അധ്യായം 4. പുരോഹിതനുമായുള്ള അതിരുവിട്ട ബന്ധം തകർത്ത ജീവിതം. വിവാഹത്തെ തകർക്കുന്നത് പലപ്പോഴും വലിയ സംഭവങ്ങളല്ല, പലപ്പോഴും ആരും ശ്രദ്ധിക്കാത്ത ചെറിയ തീരുമാനങ്ങളാണ്. ഒരു ഫോൺ കോൾ, ഒരു രഹസ്യ സന്ദേശം, അത് തെറ്റല്ല എന്ന് മനസ്സിനെ സ്വയം വിശ്വസിപ്പിക്കുന്ന ഒരു നിമിഷം. അവിടെ നിന്നാണ് പല കുടുംബങ്ങളുടെയും തകർച്ച തുടങ്ങുന്നത്. ഓർക്കുക, ഒരു വീടും ഒരു ദിവസം കൊണ്ട് തകരുന്നില്ല, ഒരു വിശ്വാസവും ഒരു നിമിഷം കൊണ്ട് മരിക്കുന്നില്ല. അത് ദിവസങ്ങളോളം അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ നാം കാണാൻ ശ്രമിക്കാത്ത അതിരുവിട്ട ബന്ധങ്ങളാലാണ് അവസാനിക്കുന്നത്. അബുദാബിയിലെ ഒരു അന്തർദേശീയ ലീഡർഷിപ്പ് പരിശീലന പരിപാടിയിലായിരുന്നു അന്ന് ഞാൻ. പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകൾ പങ്കെടുത്തിരുന്ന ആ ക്ലാസ്സിൽ ഇന്ത്യക്കാരായ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ ഒരാളായിരുന്നു ഈ കഥയിൽ അന്ന എന്ന് വിളിക്കാവുന്ന 34-കാരി. അവരെ ആദ്യമായി കണ്ടപ്പോൾ ഞാൻ കരുതിയത് ജീവിതത്തിൽ എല്ലാം നേടിയെടുത്ത ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയാണെന്നാണ്. മുഖത്ത് പുഞ്ചിരി കുറവായിരുന്നുവെങ്കിലും സംസാരത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നില്ല, വസ്ത്രധാരണത്തിൽ ചാരുത. എന്നാൽ ചിരിക്കുന്ന ഓരോ മനുഷ്യനും സന്തോഷവാനായിരിക്കണമെന്നില്ലല്ലോ. നമ്മൾ കാണുന്നത് അവരുടെ ബാഹ്യമുഖങ്ങളാണ്. അവർ ഉള്ളിൽ അനുഭവിക്കുന്ന വേദന, ഒറ്റപ്പെടൽ, കുറ്റബോധം നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയില്ല. പൊതുസമക്ഷത്തിൽ ചിരിക്കുന്ന പല മുഖങ്ങളും രാത്രിയിൽ ഉറങ്ങാതെ കരയുന്നവരായിരിക്കും. വിജയകരമായി എന്ന് തോന്നുന്ന പല വിവാഹങ്ങളും അകത്ത് പുകയുന്ന അഗ്നിപർവ്വതങ്ങളും പേറി നടക്കുന്നവരാകാം. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ വിലയിരുത്തുമ്പോൾ അവൻ്റെ പുഞ്ചിരിയേക്കാൾ അവൻ്റെ നിശബ്ദതയെ വായിക്കാൻ പഠിക്കണമെന്ന് പറയുന്നത്. ആ ദിവസം ഞാൻ ക്ലാസ്സിൽ സംസാരിച്ചിരുന്നത് ദ റോൾ ഓഫ് റിലേഷൻഷിപ്പ് ഇൻ ബിസിനസ് ആൻഡ് ലീഡർഷിപ്പ് എന്ന വിഷയത്തെ പറ്റിയായിരുന്നു. ലീഡർഷിപ്പ്, റിലേഷൻഷിപ്പ് മുതലായവയെ പറ്റിയുള്ള നീണ്ട ക്ലാസ്സിൽ ഒട്ടനവധി യഥാർത്ഥ സംഭവങ്ങൾ വിവരിച്ചത് പലരെയും വികാരഭരിതരാക്കിയിരുന്നു. പലരുടെയും തല കുറ്റബോധത്താൽ കുനിയുന്നത് കാണാമായിരുന്നു. ക്ലാസിൻ്റെ ഒടുവിൽ ഞാൻ എല്ലാവരോടുമായി ഒരു കാര്യം ആവശ്യപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരാളെ ഓർക്കൂ. എല്ലാവരും തങ്ങളുടെ നോട്ട്ബുക്കിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കാൻ തുടങ്ങി. എന്നാൽ അവർ മാത്രം പേന താഴെ വെച്ച് തല താഴ്ത്തി അലക്ഷ്യമായി ഇരിക്കുന്നത് കണ്ടുവെങ്കിലും ഞാൻ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. വൈകുന്നേരം സെഷൻ കഴിഞ്ഞ് എല്ലാവരും പിരിയാനൊരുങ്ങുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വന്നു. സർ, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാമോ? ഹോട്ടലിൻ്റെ ലോബിയിലെ ഒരു ശാന്തമായ മൂലയിൽ ഞങ്ങൾ ഇരുന്നു. ഏതാനും നിമിഷങ്ങൾ അവർ എൻ്റെ കണ്ണുകളിൽ നോക്കിയിരുന്നു. എന്നോട് തുറന്നു പറയാമോ എന്ന് അവരുടെ മനസ്സ് അവരോട് ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നീട് വളരെ പതുക്കെ ചോദിച്ചു, സർ, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് തന്നെ ഒരു വലിയ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഞാൻ മറുപടി പറഞ്ഞില്ല. കാരണം ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അവർ തുടർന്നു, ഞാൻ വിവാഹമോചിതയാണ്. ഞങ്ങളുടെ വിവാഹം പ്രണയവിവാഹമായിരുന്നു. 2 കുടുംബങ്ങളും സന്തോഷത്തോട് സമ്മതിച്ച വിവാഹം. എൻ്റെ ഭർത്താവ് വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നെ ബഹുമാനിച്ചു, വിശ്വസിച്ചു, എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലക്കും കൽപ്പിച്ചിരുന്നുമില്ല. ഞങ്ങളുടെ ജീവിതം സാധാരണ കുടുംബങ്ങളെപ്പോലെ ചെറിയ ഇണക്കവും പിണക്കവും ഒക്കെയായി മുന്നോട്ട് പോവുകയായിരുന്നു. സന്തോഷകരമായ വിവാഹങ്ങൾ നൽകുന്നത് അവയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല. പ്രശ്നങ്ങളെല്ലാം എല്ലാ കുടുംബങ്ങളിലുമുണ്ട്. പക്ഷേ ചില കുടുംബങ്ങൾ പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടുന്നു. ചില കുടുംബങ്ങൾ പ്രശ്നങ്ങളെ മറ്റൊരാളുടെ മുന്നിൽ തുറന്നു പറയാൻ തുടങ്ങുന്നു. അവിടെയാണ് അപകടത്തിൻ്റെ ആദ്യ വാതിൽ തുറക്കുന്നത്. അവർ തുടർന്നു, ഇതിനിടയ്ക്ക് എപ്പോഴോ ഞാൻ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ സജീവമായി. സഭയിലെ പരിപാടികൾ, പ്രാർത്ഥനകൾ, ആത്മീയ ക്ലാസുകൾ, കുടുംബ സന്ദർശനങ്ങൾ. ഇതിനിടെ ഒരു യുവ ആത്മീയ ഉപദേശകനായ പുരോഹിതനുമായി ഞാൻ പരിചയമായി. ആദ്യമൊക്കെ അദ്ദേഹം ഒരു നല്ല മോട്ടിവേറ്ററായാണ് എനിക്ക് തോന്നിയത്. പിന്നീട് എപ്പോഴോ ഞങ്ങളുടെ സൗഹൃദം മറ്റു തലത്തിലേക്ക് വളർന്നത് എനിക്കറിയാൻ കഴിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിച്ചു. പിന്നീട് ആ ബഹുമാനം ആശ്രയമായി മാറി. ഭർത്താവുമായി ഉണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് അദ്ദേഹത്തോടായിരുന്നു. അദ്ദേഹം അപ്പോഴൊക്കെ എന്നെ ആശ്വസിപ്പിക്കുന്നതായി എനിക്ക് തോന്നി. ഭർത്താവിനോട് പറയേണ്ട വാക്കുകൾ ഞാൻ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. അദ്ദേഹം ആശ്വസിപ്പിച്ചു, ധൈര്യം നൽകി, നീ ശക്തയാകണം. ആ വാക്കുകൾ എനിക്ക് ആശ്വാസമായി. അറിയാതെ ഞാൻ ഭർത്താവിൽ നിന്ന് അകന്നുകൊണ്ടിരുന്നു. കിടക്കയിൽ പോലും ഞങ്ങൾ അകന്നു തുടങ്ങിയിരുന്നു. ഒരിക്കൽ ഒരു രാത്രി എൻ്റെ ഭർത്താവ് തുറന്നു ചോദിച്ചു, നിനക്ക് ഇപ്പോൾ എന്നേക്കാൾ വിശ്വാസം മറ്റുള്ളവരെയാണല്ലേ? എന്നിലെ കുറ്റബോധം അത് തുറന്നു സമ്മതിക്കാൻ എന്നെ അനുവദിച്ചില്ല. എൻ്റെ ഈഗോ കാരണം ഞാനത് മറയ്ക്കാൻ ശ്രമിച്ചു. ഞാൻ ദേഷ്യപ്പെട്ടു, നിങ്ങൾക്ക് എന്നെ സംശയമാണ്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പക്ഷേ അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ മുഖത്തെ പുഞ്ചിരി ഇല്ലാതെയായി. ഇതിനിടെ അച്ഛനുമായുള്ള എൻ്റെ ഫോൺ വിളികൾ നീണ്ടു. സന്ദേശങ്ങൾ വർദ്ധിച്ചു. കൂടിക്കാഴ്ചകൾ കൂടി.
എനിക്ക് തോന്നിയത് അത് ആത്മീയ മാർഗനിർദ്ദേശം മാത്രമാണെന്നാണ്. പക്ഷേ ഒരു ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ സമയം മറ്റൊരാളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് പ്രണയമായിരുന്നില്ല, പക്ഷേ അത് ആരോഗ്യകരമായ ഒരു ബന്ധവുമായിരുന്നില്ല. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ദുർബലമായ ചില നിമിഷങ്ങളുണ്ടാകും. ആ നിമിഷങ്ങളിൽ വിവേകം നഷ്ടപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ അതിൻ്റെ വില നൽകേണ്ടി വരും. അങ്ങനെ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിലും വന്നു. ഒരിക്കലും സംഭവിക്കരുതായിരുന്ന ഒരു ശാരീരിക ബന്ധം എൻ്റെയും പുരോഹിതൻ്റെയും ഇടയിൽ സംഭവിച്ചു. ആ നിമിഷം എൻ്റെ മനസാക്ഷി മരിച്ച ദിവസമായിരുന്നു. അവിടെ അവസാനിച്ചതൊരു തെറ്റല്ല, ഒരു വിവാഹമായിരുന്നു, ഒരു വിശ്വാസമായിരുന്നു, ഒരു സ്ത്രീയുടെ ആത്മാഭിമാനമായിരുന്നു. സത്യം അധികകാലം മറഞ്ഞു നിൽക്കില്ലല്ലോ. എൻ്റെ ഭർത്താവ് എല്ലാം അറിഞ്ഞു. പക്ഷേ അദ്ദേഹം ദേഷ്യപ്പെട്ടില്ല. അദ്ദേഹം എന്നെ ശപിച്ചില്ല, അടിച്ചില്ല. വളരെ ശാന്തമായി ചോദിച്ചു, ഞാൻ നിനക്ക് എന്തു കുറവാണ് ഇവിടെ വരുത്തിയിരുന്നത്? പിന്നീട് അദ്ദേഹം മുറിയടച്ചിരുന്ന് ഒത്തിരി കരഞ്ഞു. പിറ്റേന്ന് പതിവ് പോലെ ഓഫീസിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള വിവാഹമോചനത്തിലുള്ള കടലാസുകൾ ഒപ്പിട്ട് പേപ്പർ എൻ്റെ നേർക്ക് നീട്ടി. ഞാനും എതിർത്തില്ല. അധികം കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വന്നില്ല. ജഡ്ജി വിധി വായിച്ചു. ഒരൊറ്റ ഒപ്പിൽ ഞങ്ങൾ അപരിചിതരായി. പക്ഷേ കോടതി വിവാഹം അവസാനിപ്പിച്ചത് അന്നായിരുന്നു. ഞങ്ങളുടെ ദാമ്പത്യം തകർന്നത് അതിരുകൾ ആദ്യമായി ഞാൻ ലംഘിച്ച ദിവസമായിരുന്നു. അവർ എന്നെ നോക്കി, കണ്ണുകൾ നിറഞ്ഞിരുന്നു. സർ, എൻ്റെ ജീവിതം തകർത്തത് മതമല്ല, ആ പുരോഹിതനാണെന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ വിവേകം നഷ്ടപ്പെട്ടതാണ്. ഉപദേശം തേടേണ്ടിടത്ത് ഞാൻ വികാരപരമായി ആശ്രയം തേടി. അതിരുകൾ കാത്തു സൂക്ഷിക്കേണ്ടിടത്ത് ഞാൻ അവ നഷ്ടപ്പെടുത്തി. ഒരു നിമിഷത്തെ ദുർബലത ഒക്കെ തകർത്ത് കളഞ്ഞ ഒരു ജീവിതമാണ് എൻ്റേത്. പ്രിയ സുഹൃത്തേ, ഈ കഥ കേൾക്കുമ്പോൾ ദയവായി ഒരാളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കരുത്. ഈ കഥയിലെ യഥാർത്ഥ വില്ലൻ ഒരു വ്യക്തിയല്ല, അതിരുവിട്ട നഷ്ടപ്പെട്ട മനസ്സാണ്, വിവേകം നഷ്ടപ്പെട്ട നിമിഷമാണ്. നമ്മളിൽ ആരും അത്തരം ദുർബല നിമിഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും സുരക്ഷിതരല്ല. അതുകൊണ്ടാണ് മനുഷ്യരെക്കാൾ നമ്മുടെ മൂല്യങ്ങളെയാണ് നാം കാത്തു സൂക്ഷിക്കേണ്ടത്. വിവാഹത്തിലെ പ്രശ്നങ്ങൾ ആദ്യം ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരിച്ചു തീർക്കണം. ഏത് ഉപദേശബന്ധത്തിനും വ്യക്തമായ അതിരുകൾ ആവശ്യമാണ്. വികാരപരമായ ആശ്രയം പലപ്പോഴും വലിയ തെറ്റുകളുടെ ആദ്യപടിയാണ്. വിശ്വാസം നഷ്ടപ്പെട്ടാൽ സ്നേഹം മാത്രം ഒരു വിവാഹത്തെ താങ്ങി നിർത്തില്ല. ആത്മീയത ഒരു കുടുംബത്തെ ശക്തിപ്പെടുത്തണം, പക്ഷേ അതിന് ദാമ്പത്യത്തെ വില കൊടുക്കരുത്. നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യമായ കാര്യങ്ങൾ ഞാൻ ആരോടാണ് പങ്കുവയ്ക്കുന്നത്? എൻ്റെ ജീവിത പങ്കാളിയുമായുള്ള ആശയവിനിമയം കുറഞ്ഞിട്ടുണ്ടോ? ഒരു ഉപദേശബന്ധം ആരോഗ്യകരമായ അതിരുകൾക്കുള്ളിലാണോ? ഇന്ന് ഞാൻ സംരക്ഷിക്കേണ്ട ഏറ്റവും വിലപ്പെട്ട ബന്ധം ഏതാണ്? ഇന്ന് ഈ അധ്യായം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് കുറച്ച് സമയം സംസാരിക്കൂ. നമുക്ക് തമ്മിൽ സംസാരിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കൂ. ഒരുപക്ഷേ ആ ഒരു സംഭാഷണം ഒരു കുടുംബത്തെ രക്ഷിച്ചേക്കാം. ഇന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എൻ്റെ ജീവിത പങ്കാളിയുടെ വിശ്വാസത്തേക്കാൾ വിലപ്പെട്ട മറ്റൊരു ബന്ധവും ഞാൻ ജീവിതത്തിൽ സൃഷ്ടിക്കില്ല. ഉപദേശം സ്വീകരിക്കും, എന്നാൽ എൻ്റെ ദാമ്പത്യത്തിൻ്റെ അതിരുകൾ ഞാൻ ഒരിക്കലും ലംഘിക്കില്ല. വിശ്വാസം സംരക്ഷിക്കുക എന്നതായിരിക്കും എൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഓർക്കുക, ഒരു വിവാഹം തകരാൻ പലപ്പോഴും ഒരു തെറ്റ് മതി. പക്ഷേ ആ തെറ്റിലേക്ക് എത്താൻ നൂറുകണക്കിന് ചെറിയ അതിരുകൾ ആദ്യം നാം ലംഘിച്ചിട്ടുണ്ടാവും. അതിരുകൾ സംരക്ഷിക്കുന്ന ദമ്പതികൾ അവരുടെ സ്നേഹത്തെയും സംരക്ഷിക്കുന്നു.